റിനു, ഇനിയിപ്പോൾ അടുത്ത നീക്കങ്ങൾ അത് SIT സംഘം പറയുന്നുണ്ടോ? ഇനിയിപ്പോൾ എന്താണ്? ഇപ്പോൾ ആദ്യ അറസ്റ്റ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു, അതും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യൽ വേണ്ടിവരുമെന്ന കാര്യത്തിൽ അതിൽ സംശയങ്ങളോ തർക്കങ്ങളോ ഇല്ല. എന്തായിരിക്കും ഇനി അടുത്ത നീക്കങ്ങൾ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? നിലവിൽ നമുക്ക് കൽപേഷ് ഉൾപ്പെടെ ഉള്ളവർ, ഒപ്പം മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം ഇവരെല്ലാം തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. തുടർ ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർ, ഏകദേശം 9ഓളം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള വിവരമാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ അന്വേഷണത്തിലും അത് തന്നെയാണ് നിർണായകമായി തെളിഞ്ഞിട്ടുള്ളത്. കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും അത് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ അടക്കം, ഒപ്പം ഈ സ്വർണം കൈമാറിയ കൽപേഷ് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അവരെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ നിലവിൽ ഈ സ്വർണം എവിടെയാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇതുവരെയും ഈ നഷ്ടമായ സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വർണം എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ സ്വർണം എവിടെയാണെന്നുള്ളത് കൃത്യമായി കണ്ടെത്തണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ അടക്കം, അല്ലെങ്കിൽ ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറി എന്ന് പറയുന്ന സുഹൃത്ത് കൽപേഷിന്റെ ഉൾപ്പെടെ ആ വിവരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ വിവരം കൂടി ലഭ്യമാകുന്നതിന് വേണ്ടി ഇവരെ അടക്കം ചോദ്യം ചെയ്യണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ, അതായത് കഴിഞ്ഞ 5 ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിൽ അടക്കം പോയി ശേഖരിച്ച തെളിവുകൾ, ആ തെളിവുകൾ നിരത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദ്യങ്ങൾ ആവർത്തിച്ചതും ചോദിച്ചതും. കൃത്യമായി തന്നെ ഈ സ്വർണം ഉൾപ്പെടെയുള്ളവർ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് അടക്കമുള്ള വിവരം SITക്ക്, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ SITയുടെ കസ്റ്റഡിയിൽ, അതായത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഏകദേശം 10 മണിക്കൂർ ചോദ്യം ചെയ്യൽ പിന്നിടുന്നു. ആ 10 മണിക്കൂറത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പ്രജിത്ത്, റിനു, അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെയും പ്രതിപട്ടികയിലുള്ള മറ്റു 9 പേരുണ്ട്. ആദ്യഘട്ടത്തിൽ അത്തരം വിവരങ്ങളാണ് നേരത്തെ നമുക്ക് ലഭിച്ചതും. ഇനിയിപ്പോൾ അവരെയൊക്കെ ഘട്ടം ഘട്ടമായി ചോദ്യം ചെയ്യുക എന്നതൊരു പ്രധാനപ്പെട്ട ടാസ്ക്കാണ് SITക്ക് മുന്നിലുള്ളത്. അതൊക്കെ എപ്പോഴായിരിക്കും തുടങ്ങുക? പരമാവധി കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും അറിയുക, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് നീങ്ങുക, അങ്ങനെ അതിൽ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് പരിശോധിക്കുക. അതേസമയം രേഖകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഘം സമാന്തരമായി പരിശോധനയുമായി മുന്നോട്ട് പോവുക. ഇതാണോ ബേസിക്കലി SITയുടെ പ്ലാൻ? തീർച്ചയായും പ്രജിത്ത്, കാര്യം ഓരോ കേന്ദ്രങ്ങൾ കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഒരു അന്വേഷണം നടത്തുന്നത്. ഹൈദരാബാദിലടക്കം ഇപ്പോഴും ഈ സംഘം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഇതിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള അന്വേഷണ ചുമതലയുള്ള ശശിധരൻ SP, അദ്ദേഹം ഇന്ന് സന്നിധാനത്തായിരുന്നു. സന്നിധാനത്തും പ്രത്യേക പരിശോധനകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും മറ്റൊരു SPയുടെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ഇവിടെ ചോദ്യം ചെയ്യുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കൽ നടപടികൾ പൂർത്തിയായി എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും പൂർണ്ണമായിട്ടുള്ള ഒരു വിവരശേഖരണം, തെളിവ് സഹിതമടക്കമുള്ള ഒരു വിവരശേഖരണം, ആ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് രാവിലെയോടുകൂടി തിരുവനന്തപുരം കല്ലറയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ ഒരു മാനദണ്ഡങ്ങളും പാലിച്ചില്ല എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു. ആ ആരോപണത്തിന് ശേഷം കൃത്യമായി തന്നെ ഈ നടപടികൾ പാലിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെ രംഗത്തെത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ ഈ രഹസ്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ മതിയാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ഉൾപ്പെടെ അറിയിച്ചു അദ്ദേഹം എവിടെയാണ് എന്നുള്ളത് അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും SP ശശിധരൻ കൂടി ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. SP ശശിധരൻ കൂടി ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടികൾ, അതായത് കോടതിയിലേക്ക് എപ്പോഴേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നുള്ള അടക്കമുള്ള നടപടികൾ അല്ലെങ്കിൽ സമയങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ള വിവരം നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം സ്വാഭാവികമായും മെഡിക്കൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് നടത്തുമോ അതേ പത്തനംതിട്ടയിലേക്ക് പോകുന്ന വഴിയിൽ ഏതെങ്കിലും ആശുപത്രിയിലായിരിക്കുമോ ഈ മെഡിക്കൽ പരിശോധന നടത്തുക എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും നാളെ 12 മണിയോടുകൂടി, ഇന്ന് 12 മണിക്കാണ് ഔദ്യോഗികമായി കസ്റ്റഡിയിലെടുത്തു എന്നുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT സ്ഥിരീകരിക്കുന്നതും പുറത്ത് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ 12 മണിക്ക് മുൻപായി റാന്നി കോടതിയിൽ, ഈ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ശബരിമല റാന്നി കോടതിയിലാണ് ഈ കുറ്റപത്രം ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഹാജരാക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി പ്രധാനമായും ഈ 9 ഉദ്യോഗസ്ഥരുണ്ട്. ഈ 9 ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരെയും നാളെയും വരും ദിവസങ്ങളിലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രജിത്ത്.
യെസ്, റിനു ശ്രീധരാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് തന്നെ ഉണ്ടായിരിക്കുന്നു. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ അറസ്റ്റാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ വരുന്ന വിവരങ്ങളനുസരിച്ച് പല മൊഴികളിലും ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. ഒരേ സമയം തന്നെ സന്നിധാനത്തും SIT സംഘം പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അവിടെ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം രേഖകൾ പരിശോധിക്കുകയും അവിടുന്ന് കിട്ടിയ വിവരങ്ങൾ SIT ആസ്ഥാനത്തുള്ള സംഘത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് ആസ്ഥാന സംഘത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. അതോടൊപ്പം തന്നെ ശശിധരൻ ഇനി തിരുവനന്തപുരത്തേക്കാണ് എത്തുക. പുലർച്ചയോടുകൂടി തന്നെ അവിടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇഞ്ചക്കലിലുള്ള സ്ഥലത്തേക്ക് എത്തി ഒരുപക്ഷെ അവിടെയുള്ള ടീമിനൊപ്പം SP ചേരുകയും ചെയ്യും എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ പ്രാഥമികമായി ലഭിച്ചിരുന്നു. അതിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.